ഹായ്. അടുക്കളയിൽ എന്തെങ്കിലും അത്യാവശ്യ ജോലി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പുറത്തൊരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴോ നമ്മൾ മക്കളുടെ കയ്യിൽ ഫോൺ കൊടുക്കാറുണ്ടോ? കുട്ടി ഫോണോ ടാബ്ലറ്റോ കയ്യിൽ കിട്ടിയാൽ ഉടൻ തന്നെ ABC പാട്ട്, നമ്പേഴ്സ്, കളേഴ്സ് എന്നിവ വെച്ച് തരാൻ ആവശ്യപ്പെടുന്നുണ്ടോ? അത് കാണുമ്പോൾ നമ്മൾ ഒരു രക്ഷിതാവ് എന്ന നിലയിൽ സന്തോഷിക്കും. എൻ്റെ കുട്ടി വെറുതെ ഗെയിം കളിക്കുകയല്ലല്ലോ, ഫോൺ നോക്കി ഇംഗ്ലീഷും കളറുകളും പഠിക്കുകയല്ലേ എന്ന്. പക്ഷേ ആ വീഡിയോ കഴിഞ്ഞ് ഫോൺ തിരികെ വാങ്ങാൻ ശ്രമിക്കുന്ന അടുത്ത നിമിഷം കുട്ടി അലറിക്കരയുകയും സാധനങ്ങൾ വലിച്ചെറിയുകയും ചെയ്യാറുണ്ടോ? അപ്പോൾ നമുക്ക് തന്നെ ഒരു കുറ്റബോധം തോന്നും. ഇത് കുറച്ച് കൂടുതലാണോ? എൻ്റെ കുട്ടിയുടെ ബുദ്ധിയെയും ഭാവനയെയും ഉറക്കവും ഞാൻ തന്നെ ഈ സ്ക്രീൻ നൽകുക വഴി ഇല്ലാതാക്കുകയാണോ എന്ന്. ഞാൻ സയ്യിദ് മുഹമ്മദ് ബഷീർ, ദുബായിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറായി ജോലി ചെയ്യുന്നു. വെൽക്കം ടു ടോയ് ടോക്സ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജനനം മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ലേണിംഗ് വീഡിയോസ് കാണിക്കാമോ എന്നുള്ളതാണ്. അവരെ വഴക്കു പറയാതെയും കരയിപ്പിക്കാതെയും സ്ക്രീൻ ടൈം എങ്ങനെ കുറക്കാമെന്നതിനെക്കുറിച്ചുള്ള പ്രാക്ടിക്കലായിട്ടുള്ള ഒരു 5 സ്റ്റെപ്പ് ജെൻറ്റിൽ പ്ലാനുമായിട്ടാണ്. ഈ വീഡിയോ കഴിഞ്ഞ് നിങ്ങൾക്ക് കൃത്യമായൊരു ഐഡിയ കിട്ടും. ഏത് വീഡിയോകൾ കാണിക്കാം, എത്ര സമയം കൊടുക്കാം, എങ്ങനെ ഫോൺ തിരികെ വാങ്ങാം എന്നൊക്കെ. എങ്കിൽ നമുക്ക് തുടങ്ങാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ലേണിംഗ് വീഡിയോകൾ യഥാർത്ഥത്തിൽ എത്രത്തോളം എഫക്റ്റീവാണ് എന്നുള്ളതാണ്. ജനനം മുതൽ 5 വയസ്സ് വരെയുള്ള സമയം കുട്ടികളുടെ തലച്ചോർ വളരെ വേഗത്തിൽ വികസിക്കുന്ന സമയമാണ്. റിയൽ ലൈഫിലുള്ള അനുഭവങ്ങളിലൂടെയാണ് അവർ പഠിക്കേണ്ടത്. ഒരു പ്രാക്ടിക്കൽ ഉദാഹരണം കൂടി ഞാൻ പറയട്ടെ. കുട്ടി ഫോണിലുള്ള ഒരു ആപ്പിൾ കാണുന്നതും യഥാർത്ഥത്തിൽ ഒരു ആപ്പിൾ കയ്യിലെടുത്ത് അതിൻ്റെ ഭാരവും നിറവും മണവും അറിഞ്ഞ് അതൊന്ന് കടിച്ചു തിന്നുമ്പോൾ കിട്ടുന്ന ആ രുചിയും കൂടി അവനറിയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഫോണിൽ കാണുന്നത് വെറുമൊരു പാസീവ് ലേണിംഗ് മാത്രമാണ്. കുട്ടി നോക്കിയിരിക്കുന്നുണ്ടെങ്കിലും തലച്ചോറിൽ ആക്റ്റീവായ ഒരു പഠനവും അവിടെ നടക്കണമെന്നില്ല. WHO അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ്റെയും കൃത്യമായ ഗൈഡ് ലൈൻസ് ഇതാണ്. ജനനം മുതൽ 18 മാസം വരെ പൂർണ്ണമായും സ്ക്രീനുകൾ ഒഴിവാക്കുക. നിർഭാഗ്യവശാൽ വീഡിയോ കോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. 18 മുതൽ 24 മാസം വരെ ദിവസം പരമാവധി 15 മുതൽ 20 മിനിറ്റ് മാത്രം. പക്ഷേ അതും മാതാപിതാക്കളുടെ കൂടെ ഇരുന്നു കൊണ്ട് ആയിരിക്കണം. 2 മുതൽ 5 വയസ്സ് വരെ ദിവസം പരമാവധി 1 മണിക്കൂർ മാത്രം. അതും നല്ല ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷണൽ വീഡിയോകൾ മാത്രമായിരിക്കണം. അമിതമായ സ്ക്രീൻ ടൈം കുട്ടികളിൽ സംസാരശേഷി വൈകാനും ശ്രദ്ധക്കുറവിനും അമിതമായ ദേഷ്യത്തിനും കാരണമാകും. ഇനി ഇതൊക്കെ എങ്ങനെ പ്രാക്ടിക്കലായി ചെയ്യാമെന്ന് നോക്കാം. ഇതാ അതിനുള്ള 5 സ്റ്റെപ്പുകൾ. സ്റ്റെപ്പ് നമ്പർ 1, ശരിയായ വീഡിയോകൾ തിരഞ്ഞെടുക്കുക. അതായത് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വീഡിയോകൾ തിരഞ്ഞെടുക്കുക. എല്ലാ ലേണിംഗ് വീഡിയോകളും നല്ലതല്ല. പെട്ടെന്ന് സീനുകൾ മാറുന്ന ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള വീഡിയോകൾ പരമാവധി ഒഴിവാക്കുക. ജനനം മുതൽ 2 വയസ്സ് വരെ പതുക്കെ പോകുന്ന റിയലായ സാധനങ്ങളെ കാണിക്കുന്ന വീഡിയോകൾ മാത്രം കുട്ടികളെ കാണിപ്പിക്കാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന് സൂപ്പർ സിമ്പിൾ സോങ്സ്, ലിറ്റിൽ ബേബി ബം എന്നിവയുടെ സ്ലോ വേർഷൻ. 2 മുതൽ 5 വയസ്സ് വരെ ചോദ്യങ്ങൾ ചോദിക്കുന്ന തരത്തിലുള്ള ഇൻ്ററാക്റ്റീവ് വീഡിയോകൾ. ഉദാഹരണത്തിന് മിസ് റൈച്ചൽ, പപ്പ പിഗ് എന്നിവയൊക്കെ. സ്റ്റെപ്പ് നമ്പർ 2, പാരൻ്റ് കോവീവിങ്. ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണിത്. കുട്ടിക്ക് ഫോൺ കൊടുത്തിട്ട് നിങ്ങൾ വേറെ പണിക്ക് പോകരുത്. ഉദാഹരണത്തിന് കുട്ടിയോടൊപ്പം ഇരുന്ന് വീഡിയോ കാണുക. സ്ക്രീനിൽ ആനയെ കാണുമ്പോൾ ദാ നോക്ക് വലിയൊരാന, ആന എങ്ങനെയാ ശബ്ദമുണ്ടാക്കുക എന്നൊക്കെ ചോദിക്കുക. ഇത് പാസീവായ സ്ക്രീൻ ടൈമിനെ കൂടുതൽ ആക്റ്റീവ് ലേണിങ്ങിലേക്ക് മാറ്റാൻ വേണ്ടി സഹായിക്കും. സ്റ്റെപ്പ് നമ്പർ 3, സ്ട്രിക്റ്റ് ടൈം ലിമിറ്റ് ആൻഡ് ടൈമർ ഉപയോഗിക്കുക. പെട്ടെന്ന് പിടിച്ചു വാങ്ങരുത്. അതാണ് അവർ കരയാനുള്ള കാരണം. ഉദാഹരണത്തിന് ഫോണിലോ ടൈമറിലോ ഒരു അലാം വെക്കുക. എന്നിട്ട് പറയുക, ദാ ഈ ബെല്ലടിക്കുമ്പോൾ ഫോൺ അമ്മക്ക് തരണം കേട്ടോ. മുൻകൂട്ടി പറയുന്നത് കൊണ്ട് കുട്ടിയുടെ തലച്ചോറ് അതിന് തയ്യാറെടുക്കുകയും ബെല്ലടിക്കുമ്പോൾ അവരെ കൊണ്ട് തന്നെ ഫോൺ ഓഫ് ചെയ്യിപ്പിക്കാനും മറക്കാതിരിക്കുക. സ്റ്റെപ്പ് നമ്പർ 4, സ്ക്രീൻ ഫ്രീ ഓൾട്ടർനേറ്റീവ്സ്. അതായത് ഫോൺ ഓഫ് ചെയ്ത ഉടനെ അവർക്ക് ബോറടിക്കാൻ തുടങ്ങും. അപ്പോഴാണ് അവർ കരയുക. ആ സമയത്ത് ഉടൻ തന്നെ മറ്റൊരു ആക്ടിവിറ്റി കൊടുക്കുക. ഉദാഹരണത്തിന്, വാ ഫോൺ വെച്ചില്ലേ, ഇനി നമുക്ക് വെള്ളം വെച്ച് കളിക്കാം, അല്ലെങ്കിൽ പുറത്തു പോയി കാറ്റ് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് അവരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. സ്റ്റെപ്പ് നമ്പർ 5, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. അതായത് കുട്ടി ഫോൺ തിരികെ തരുമ്പോൾ നീ ഇന്ന് ഒട്ടും കരയാതെ ഫോൺ തിരികെ തന്നല്ലോ, ഗുഡ് ബോയ്, ഗുഡ് ഗേൾ എന്നൊക്കെ പറഞ്ഞ് മമ്മിക്ക് വളരെ സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് അവനെ പ്രത്യേകം അഭിനന്ദിക്കുക. ഇനി ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്ന നിലയിൽ ഞാനൊരു പ്രത്യേക കാര്യം പറയട്ടെ.
ഡെവലപ്മെൻറ്റൽ ഡിലേ, ഓട്ടിസം, സംസാരക്കുറവ് എന്നിവയുള്ള കുട്ടികൾക്ക് ഈ ലേണിംഗ് വീഡിയോകൾ വലിയ തോതിലുള്ള ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട്. കോക്കോമിലോൺ പോലെയുള്ള അമിതമായ നിറങ്ങളും ശബ്ദങ്ങളുമുള്ള വീഡിയോകൾ അവരുടെ തലച്ചോറിനെ ഓവർ സ്റ്റിമുലേറ്റ് ചെയ്യും. നിങ്ങളുടെ കുട്ടിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്ക്രീൻ ടൈം പൂർണ്ണമായും ഒഴിവാക്കുക. എത്രയും വേഗം ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിനെയോ ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റിനെയോ കണ്ട് തെറാപ്പി ആരംഭിക്കാനും ശ്രദ്ധിക്കുക. ഇനി രക്ഷിതാക്കൾ സാധാരണ ചെയ്യുന്ന ചില തെറ്റുകൾ: ഒരു 5 മിനിറ്റ് കൂടി കണ്ടോട്ടെ എന്ന് പറഞ്ഞ് അത് അവസാനം 45 മിനിറ്റും 1 മണിക്കൂറുമൊക്കെ ആവുക. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ലേണിംഗ് വീഡിയോകൾ കാണിക്കുന്നത് കുട്ടിയുടെ ഉറക്കം കെടുത്താൻ സാധ്യതയുണ്ട്. കുട്ടിക്ക് തനിച്ച് സ്ക്രീൻ കൊടുത്ത് വേറെ റൂമിലേക്കോ മറ്റു പണിക്കോ പോകുന്നത്. ഇനി എങ്ങനെ ഇവയൊക്കെ പ്രതിരോധിക്കാമെന്ന് നോക്കാം. ഫോണും ടാബ്ലറ്റും എപ്പോഴും കുട്ടികൾ കാണുന്ന സ്ഥലത്ത് വെക്കാതിരിക്കുക. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വീട്ടിൽ ആരും ഫോൺ നോക്കില്ല എന്നൊരു നിയമം സ്ക്രീൻ ഫ്രീ സോണായി പ്രഖ്യാപിക്കുക. കുട്ടികൾ നമ്മളെയാണ് അനുകരിക്കുന്നത്. അതിനാൽ ആദ്യം നമ്മൾ തന്നെ സ്ക്രീൻ ഉപയോഗം കുറക്കാനും അവർക്കൊരു മാതൃകയാക്കാനും പരമാവധി ശ്രമിക്കുക. അപ്പോൾ ഏതൊക്കെ വീഡിയോകളാണ് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതെന്ന് നോക്കാം. കോക്കോമിലോൺ പോലെയുള്ള അമിതമായ നിറങ്ങളും ശബ്ദങ്ങളും ഇടകലർന്ന, ഒരു സെക്കൻഡിൽ തന്നെ പലവട്ടം സീനുകൾ മാറുന്ന ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള വീഡിയോകൾ പൂർണ്ണമായും ഒഴിവാക്കണം. അതുപോലെ കുട്ടികളെ ഒരിക്കലും യൂട്യൂബ് ഷോർട്സോ ഇൻസ്റ്റഗ്രാം റീൽസോ കാണാൻ അനുവദിക്കരുത്. ഇത് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവായ അറ്റൻഷൻ സ്പാനിനെ പൂർണ്ണമായി നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. പകരം നമുക്ക് എന്ത് കാണിക്കണമെന്ന് നോക്കാം. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ദൂരദർശനിൽ കണ്ടിരുന്ന ജംഗിൾ ബുക്കിലെ മൗഗ്ലി അല്ലെങ്കിൽ ഓസ്വാഡ്, നോഡി പോലുള്ള കാർട്ടൂണുകൾ ഓർമ്മയില്ലേ? അതുപോലെ നമ്മുടെ ബാലരമയിലും പൂമ്പാറ്റയിലും ഒക്കെ കഥകൾ കേൾക്കുന്ന ആ ഒരു ഫീലിൽ വളരെ പതുക്കെ, കണ്ണിന് യാതൊരു അസ്വസ്ഥതയും ഉണ്ടാക്കാതെ ശാന്തമായി കഥ പറയുന്ന രീതിയായിരുന്നു അവയുടേത്. അത്തരം സ്ലോ പേസ്ഡ് ആയിട്ടുള്ള വീഡിയോകളാണ് കുട്ടികളുടെ ഭാവനയെ വളർത്താൻ സഹായിക്കുന്നത്. വീഡിയോയിൽ ഇംഗ്ലീഷുകൾ പാട്ടുകൾ കാണിക്കുമ്പോഴും ദാ നോക്കിക്കേ പശു എങ്ങനെയാ കരയുക, അമ്പേ എന്ന് നമ്മൾ മാതൃഭാഷയിൽ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. സ്ക്രീൻ പൂർണ്ണമായും ഒഴിവാക്കിയാൽ കുട്ടി ഒറ്റപ്പെടുമോ? ഇനി നിങ്ങളിൽ പലർക്കുമുള്ള ഒരു പേടി ഞാൻ പറയട്ടെ. ഞാൻ ഒട്ടും ഫോണോ വീഡിയോസോ കാണിച്ചില്ലെങ്കിൽ എൻ്റെ കുട്ടി നഴ്സറിയിലോ പ്രീ സ്കൂളിലോ പോകുമ്പോൾ മറ്റുള്ള കുട്ടികളുടെ മുന്നിൽ ഒറ്റപ്പെട്ടു പോകുമോ? മറ്റു കുട്ടികൾ ജോണി ജോണി യെസ് പപ്പ പാടുമ്പോഴോ അല്ലെങ്കിൽ കാക്കാക്കെ കൂടെവിടെ പാടുമ്പോഴോ എൻ്റെ കുട്ടിക്ക് അതൊന്നും അറിയാതെ വരുമോ? നിങ്ങളുടെ ആ പേടി തികച്ചും സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് 2 മുതൽ 5 വയസ്സ് വരെയുള്ള പ്രായത്തിലുള്ള കുട്ടികൾ സ്ക്രീൻ പൂർണ്ണമായി നിരോധിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞത്. നമ്മുടെ കുട്ടികൾക്കും പുതിയ കാര്യങ്ങൾ പഠിക്കണം, കൂട്ടുകാരുമായി വിശേഷങ്ങൾ പങ്കുവെക്കാൻ പറ്റണം, ഇത്തരം പാട്ടുകൾ പാടാനും അറിയണം. അത് അവരുടെ ആത്മവിശ്വാസത്തിന് ആവശ്യമാണ്. അതിനാൽ ദിവസം പരമാവധി അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നിങ്ങൾ കൂടെയിരുന്ന്, പ്രത്യേകം ഓർക്കുക, നിങ്ങൾ കൂടെയിരുന്ന് നല്ല ക്വാളിറ്റിയുള്ള ലേണിംഗ് വീഡിയോകൾ അവർക്ക് കാണിച്ചു കൊടുക്കാം. സ്ക്രീൻ ഒരു വില്ലനല്ല, അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് ഇമ്പോർട്ടൻറ്റ്. ഈ വീഡിയോയിലെ ടിപ്സുകൾ നാളെ മുതൽ തന്നെ നിങ്ങളൊന്ന് വീടുകളിൽ പരീക്ഷിച്ച് നോക്കൂ. തീർച്ചയായും മാറ്റമുണ്ടാകും. ഏതൊക്കെയാണ് കുട്ടികൾക്ക് കാണിക്കാൻ പറ്റുന്ന നല്ല ലേണിംഗ് വീഡിയോസ്, സ്ക്രീൻ ഒഴിവാക്കി പകരം എന്തൊക്കെ ആക്ടിവിറ്റികൾ നൽകാം, ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ടോയ് ടോക്സിൻ്റെ ഫ്രീ പ്രിൻ്റബിൾ 0 to 5 years ബെസ്റ്റ് ലേണിംഗ് വീഡിയോസ് പ്ലസ് സ്ക്രീൻ ഫ്രീ ആക്ടിവിറ്റീസ് ചാർട്ട് PDF നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. പിൻ്റെ കമൻറ്റിലുള്ള ലിങ്ക് വഴി ജോയിൻ ചെയ്യാത്തവർക്ക് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാവുന്നതാണ്. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഹാപ്പി പാരൻറ്റിങ്.